Please, now you can mark your attendance. Attendance mark here. And those who have not yet sent, yesterday evening was the last time, isn't it? Okay, time is over. Now, those who have not yet sent the notes of lesson number 2, please give the explanation for that. Shamil, did you send the note? Shamil, did you send? Amaya, did you send to me? I'm not asking whether you have written or not. Whether you sent or not. അയച്ചോ എനിക്ക്? നിങ്ങൾ എഴുതിയോ ഇല്ലയോ എന്നുള്ളതല്ല എനിക്ക് അറിയേണ്ടത്. നിങ്ങൾ എനിക്ക് അയച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. Amaya, did you send? Okay. Shafi, what about you? No. Why? What is the reason for that? Good morning, miss. Good morning. Good morning. Please give me the explanation fastly. We have no time to waste. Soon after the class, you should send the photo. Okay? Have you completed the note? Shafi, complete the note. എഴുതിയോ? ബുക്കിൽ എഴുതിയോ? ഇല്ല. എന്താണാവോ കാരണം? What is the reason for that? Anyway, soon after the class, write the notes and then send to me. Okay? Before evening, you should send the note. And what about you, Adidev? Did you send? Yes. Yes. Shamil? Mr. ലേശം കൂടി എഴുതാനുണ്ട്. ലേശം കൂടി എഴുതാനുണ്ട്. ഞാൻ എന്തായിരുന്നു ഫ്രൈഡേ പറഞ്ഞത്? അതുപോലെ തന്നെ നോട്ട് ഇട്ട് തന്നപ്പോഴും ഞാൻ വോയിസ് ഇട്ടായിരുന്നു. നോ എക്സ്ക്യൂസ് ഫോർ ദ നോട്ട്സ് അല്ലേ? Soon after the class, I should get it before 4 o'clock. 4 o'clock മുന്നേ നോട്ട് കിട്ടിയിരിക്കണം. ഷമീൽ, ആൻഡ്രോസ്, did you send? No. What is the explanation? കുറച്ചും കൂടി എഴുതാനുണ്ട്. കുറച്ചും കൂടി, ആകെ അത്രേ നോട്ടുള്ളൂ. അപ്പം പിന്നെ കുറച്ചും കൂടി എഴുതാനുള്ളൂ. വേഗം എഴുതാൻ എനിക്ക് 4 മണിക്ക് മുന്നേ അയച്ചു തന്നില്ലാണ്ടല്ലോ. സൂര്യദേവ്, ഐ തിങ്ക് സൂര്യദേവ് ഹാസ് സെന്റ്. അദ്വൈത്, ഓക്കെ. അദ്വൈത് കമൽ, അദ്വൈതിന്റെ വന്നോന്നൊരു സംശയമുണ്ട്. ഒരു മിനിറ്റ്. എനിക്ക് ഈ എക്സ്പ്ലനേഷനാ കേൾക്കാൻ പാടില്ലാത്ത, അയക്കാൻ മറന്നുപോയി എന്നുള്ളത്. കഴിഞ്ഞ തവണ ഇതേ എക്സ്ക്യൂസാ പറഞ്ഞത് അദ്വൈത് അല്ലേ? അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഏത് സബ്ജക്റ്റിനാണ് as soon as you write the notes, you send the notes to the teachers. ഏത് ടീച്ചറിനാണോ അയച്ചു കൊടുക്കുന്നത് ആ ടീച്ചറിന് അങ്ങ് അയച്ചു കൊടുത്തേക്കാം നോട്ട് എഴുതി കഴിയുമ്പോഴേക്കും. ഓക്കെ. ആൻഡ് വാട്ട് അബൌട്ട് ക്രിസ്റ്റി സിൻഡോ? എന്നെ കാണിക്കണ്ട മുത്തേ, മോൻ എഴുതി എന്നുള്ളത് മനസ്സിലായി. പക്ഷെ അതല്ല, എനിക്ക് നോട്ട് അയച്ചു തരിക. എന്തോ കുറച്ചും കൂടി ഉണ്ട്. ഞാൻ ഒരു ചൂരിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരുടെയും വീട്ടിലേക്ക് ഒരു പരിശോധനയ്ക്ക് വരുന്നുണ്ട്. അതുമായിട്ട് അങ്ങ് വന്നാലേ ആ കുറച്ചങ്ങ് ഫുൾ ആവുകയുള്ളൂ തോന്നുന്നു അല്ലേ? ആൻഡ് വാട്ട് അബൌട്ട് യു ആഗ്നസ്? ക്ലാസ്സിലിപ്പം ആഗ്നസേ കേൾക്കുന്നുണ്ടോ മുത്തേ? അയച്ചോ? ഗുഡ്. നിഹാലിന് കണക്ടിങ്. ഹലോ നിഹാൽ, did you send the note? Yes, good. ഹലോ സിനാൻ, ഞാൻ കണ്ടില്ലായിരുന്നു. സിനാനെ, did you send the note? ഇല്ല. അപ്പൊ ഞാൻ ഇന്ന് ഉറപ്പാ വൈകുന്നേരം അങ്ങോട്ട് എത്തും കേട്ടോ വീട്ടിലേക്ക്. എന്തോ ഇച്ചിരി കൂടെ ഒച്ചത്തിൽ പറ. ഒന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നു ബ്രേക്ക്ഫാസ്റ്റ്. 2 ദിവസം 2 ദിവസം 2 ക്വസ്റ്റ്യന്റെ ആൻസർ. 2 ക്വസ്റ്റ്യന്റെ ഇന്നെന്നാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച അമ്മയൊന്നും ഉണ്ടാക്കിയില്ലെന്ന് തോന്നുന്നില്ല ലക്ഷണം കണ്ടിട്ട്. സൗണ്ട് തീരെ ഇല്ലല്ലോ സിനാന്. ഇവരെല്ലാം പറഞ്ഞത് കേട്ടു. സിനാൻ പറയുന്നത് മാത്രം കേൾക്കൂല. പണ്ടേ അങ്ങനെ തന്നെയാ. പക്ഷെ ഇച്ചിരി ബൂസ്റ്റ് ഒക്കെ തരാൻ പറ അമ്മയോട് കേട്ടോ. ഓക്കെ. ആൻഡ് ആ 2 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് 4 മണിക്ക് മുന്നേ കിട്ടിയില്ലെങ്കിൽ എന്നും വരുന്ന ആ വോയിസ് അങ്ങോട്ട് വരും. വോയിസ് മെസ്സേജ് പേടിപ്പിക്കുന്നേ കേട്ടോ. ഓക്കെ. കാജൽ,
Did you send the note? He asked me question and all. I sent the question, but you didn't send the answer still. Why? Don't smile simply like that. I don't like. Okay, smiling is okay. I like, but without doing the homework, if it's just a smile, I don't like at all that smile. So send the notes today itself. Today by evening. Have you completed it? Have you completed, Kajal? Complete it by evening and then should send it. Hello, Aaron Kajit. What about you? Did you send the note? No. Send it. Sridev Krishna. എന്താ ചിരി എല്ലാത്തിന്റെയും കാണുമ്പോ ഇങ്ങോട്ട് നോക്ക അയച്ചു അല്ലെ നിഹാലത് പറയുന്നു പിന്നെ ആരാണ് അലൻ സാജ് അലൻ ഓൾറെഡി സെൻഡ് ഇനി ആരാ ബാക്കി ലെഫ്റ്റ് പോയേക്കുന്ന ആള് ബാക്കി ആരാണ് വിട്ടുപോയെ നമ്മുടെ ദേവപ്രിയ ഒന്നും കയറിയിട്ടില്ല അല്ലെ ദേവപ്രിയൊക്കെ അയച്ചു ഇവിടെ എങ്ങനെ സേറനെ കണ്ടായിരുന്നല്ലോ സേറ എന്തേ ജസ്റ്റ് ജോയിനിങ് കാണിച്ചു ഇപ്പം പോയോ വീണ്ടും സേറ ഉണ്ടോ ഇതിനകത്ത് ഇല്ല അല്ലെ സേറ ജോയിൻ ചെയ്യുന്നതായിട്ട് കണ്ടായിരുന്നു ഓക്കെ please send the please mark your attendance mark ചെയ്യുക and today is Monday, Tuesday, Wednesday evening you will have your exam of lesson number 2, that too by 7 o'clock. Okay, മനസ്സിലായോ പറഞ്ഞത് already notice given on Saturday. Yesterday I asked you to submit the notes. Hello. Please mark your attendance. And what about your notes? Devanjana, what about your notes? Have you completed and sent the notes? Yes. Sarah Kuti? Mola kekunillada. I can't hear. Devanjana. Examiner second lesson. Mr. Exam only second lesson. Jana second lesson. Wednesday evening. Wednesday, not Tuesday. Wednesday evening. 7 o'clock. നാളെ എത്ര മണിക്കാണ് സർ? നാളെ അല്ല, Wednesday. Your exam is going to conduct on Wednesday at 7 o'clock. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പലർക്കും നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. Did you see this second lesson on Wednesday at 7 p.m? Yes. Okay, miss. എനിക്ക് നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. പുസ്തകം വരും. A, B, C. Okay. Okay, miss. Yes.
അമ്മ വീട്ടിലില്ല, അതുകൊണ്ട് 4 മണിക്ക് അയക്കാൻ പറ്റും തോന്നില്ല. ആരാ പറയുന്ന പേര് പറയണം? നിങ്ങളോട് ഒത്തിരി തവണ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും കാര്യം പറയണം. യു ഷുഡ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നിങ്ങൾ പറയണം ആരാന്ന് പറയണത്. ആരാ വീട്ടിലില്ലാത്ത? അമ്മ വീട്ടിലില്ലാത്ത ആരുടെയാ? അദ്വൈത് കമൽ. ഓക്കെ, അങ്ങനെ പേര് പറയണം. മിസ്, ഞാൻ അദ്വൈത് കമൽ, എന്റെ അമ്മ 4 മണിക്ക് വീട്ടിലുണ്ടാവില്ല. ഓക്കെ, അതിനുശേഷം അദ്വൈത് ആയിക്കോ കേട്ടോ. ഓക്കെ, ലേറ്റ് ആയിട്ട് കയറിയ മക്കള് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, എന്തുവാണോ പറഞ്ഞോ? പറഞ്ഞോ. എന്താ മോനെ? ഇപ്പൊ എഴുതി കാണിച്ചില്ലായിരുന്നോ? ഇപ്പൊ എഴുതി കാണിച്ചില്ലേ മിസ്? ABC സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു കണ്ടില്ലായിരുന്നു മോന്? ABC. ഓക്കെ, check points also will be there. അതുകൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഞാൻ വാട്സ്ആപ്പ്, I will send it in WhatsApp group, our class group. Okay, take next lesson, lesson number 3, food and health. I think it is an interesting topic for you because we all like to eat food, and that too different kinds of food. Why do we eat different kinds of food? Do you know what's the reason for that? Every day are you eating chapati, or every day are you eating puri, or every day are you eating putta or dosha, like that way? No, we are eating different kinds of food, isn't it? Why do we eat different kinds of food? And another thing, do you know, if you go to different parts of the world, people of different area or different region eat different kinds of food. If in India we eat some types of food, means like rice and all. If you go to UK, London, or European countries or American countries, they may not be eating more rice like South Indians. നമ്മളിപ്പോ ഇവിടെയൊക്കെ നമ്മൾ സാധാരണ നമുക്ക് എപ്പോഴൊന്നും ഉച്ചയ്ക്ക് ചോറ് കഴിക്കും അല്ലേ? നമ്മുടെ വീടുകളിൽ എല്ലാ ദിവസവും തന്നെ നമ്മൾ ഒരു നേരമെങ്കിലും ചോറ് കഴിക്കും. ഇപ്പൊ മോർണിംഗ് we will take breakfast, but night sometimes we will eat rice, sometimes we may eat chapati or something like that, or dosha or something like that way. But most of the time at noon we are eating rice. And you children may be eating sometimes once in a while. Okay, once in a while and only you may eat a dosha or something like that. What is left after the breakfast? You may be eating that. But elders, you might have seen your father, mother, grandparents and all, they will be eating rice at noon. Isn't it? നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും പുട്ടോ ദോശ ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലും ആക്കും. ഇനി രാത്രിയിൽ ചിലപ്പം മിക്കവാറും വീടുകളിൽ ചോറ് തന്നെയായിരിക്കും. പക്ഷെ ചില വീടുകളിൽ ചപ്പാത്തിയോ പൂരിയോ എന്താ പറയണ്ട ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദോശയൊക്കെ ആക്കി കഴിക്കുന്നവരും ഉണ്ട് ചോറിന് പകരം. പക്ഷെ ഒരു 90% or 95% വീടുകളിലും നമ്മൾ ഉച്ചയ്ക്ക് എന്താ കഴിക്കുന്നത്? ചോറ് തന്നെയാണ് കഴിക്കുന്നത് അല്ലേ? ചോറ് തന്നെ. പിന്നെ ചില കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ബാക്കി ദോശ ഇരിപ്പുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ അവര് അത് കഴിച്ചു വരും. പക്ഷെ എൽഡേഴ്സ് മോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിയർലി 99% എൽഡേഴ്സും ഉച്ചയ്ക്ക് ചോറ് തന്നെയാണ് കഴിക്കുന്നത്. ബട്ട് if you go to American countries, European countries, അല്ലെങ്കിൽ എന്താ പറയണ്ടേ വേറെ UK-ലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും ചോറ് കഴിക്കുന്ന പരിപാടി ഇല്ല. അതിന് പകരം അവർ സലാഡ് കഴിക്കും, വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഫുഡുകളൊക്കെ കഴിക്കും. എന്താ പറഞ്ഞെന്ന് വെച്ചെന്നാല് നമ്മൾ എല്ലാവരും ഒരേ രീതിയിൽ ലോകത്തിന്റെ ഭാഗങ്ങളിലെല്ലാം മൊത്തത്തിൽ നോക്കിയാൽ എല്ലാവരും ഒരേ രീതിയിലുള്ള ഫുഡല്ല കഴിക്കുന്നത്. We eat different kinds of food at a different region. And even India itself, if you go to North Indian side, we can find that most people eat chapati there instead of rice. In South India, more rice is the main food. But if you go to northern side, like പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെയുള്ളവർ കൂടുതലും വീറ്റിന്റെ ഫുഡാണ് കഴിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ ആരെങ്കിലും ഡൽഹിയിലോ അല്ലെ നോർത്തേൺ സൈഡ് ഓഫ് ഇന്ത്യയുടെ നോർത്തേൺ സൈഡിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെന്നറിയില്ല, അവര് കൂടുതലും എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവര് കൂടുതലും പിന്നെ ഈ ചപ്പാത്തി, പൂരി, റൊട്ടി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ എന്താണ് അരി പൊടിപ്പിക്കും, അരി കൊണ്ട് പുട്ടുണ്ടാക്കും, ഇഡ്ഡലി ഉണ്ടാക്കും, ദോശ ഉണ്ടാക്കും, പിന്നെ അപ്പം ഉണ്ടാക്കും, ചോറ് വെക്കും അല്ലേ? നമ്മൾ അരി ആഹാരം കൂടുതൽ കഴിക്കുന്നു. അവിടെ ഇന്ത്യയിൽ തന്നെ ആണെങ്കിൽ പോലും അവിടെ അവർ വീറ്റ് കൊണ്ടുള്ള ആഹാരം കൂടുതൽ. ചോറ് കഴിക്കില്ല എന്നല്ല, നമ്മൾ വീറ്റ് കഴിക്കില്ല എന്നുമല്ല. ബട്ട് മെയിൻ ഫുഡ് ഈസ്
For us, for South Indians, it is rice, and for North Indians, it is wheat. If you go to other parts, so in some places, they may not use the rice at all. Rice, ഒട്ടും ഉപയോഗിക്കില്ല എന്നല്ല, പക്ഷേ നമ്മൾ വല്ലപ്പോഴും ഫ്രൂട്ട് കഴിക്കുന്ന പോലെയോ അല്ലെ വല്ലപ്പോഴും അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കുന്നത് പോലെയൊക്കെയാണ് അവർ അവിടെ ചോറൊക്കെ കഴിക്കുന്നത്. Recently, my cousin, my niece has gone to UK. യുകെയിൽ പോയി 2-3-4 മാസമേ ഉള്ളൂ. അപ്പൊ അവള് പറയാണ്, എന്റെ ലണ്ടനിൽ പോയി ജോലിക്കായിട്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറയാണ്, അയ്യോ ഇവിടെ അരിയൊന്നും കിട്ടുന്നേ ഇല്ല. അവിടെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്, പിന്നെ എന്താ ചീസ് ഉണ്ട്, ബട്ടർ ഉണ്ട്, മറ്റൊന്നുണ്ട്, അതൊക്കെ ഉണ്ട്. അവരുടെ ഫുഡ് ഐറ്റംസ് കൂടുതലും അതാണ്. നമുക്ക് ചോറൊക്കെ തിന്നാലും നമ്മുടെ വയറിനറിയൂല അല്ലെ, കുറച്ച് ദോശ തിന്നണം അല്ലെ കുറച്ച് ഇഡ്ഡലി തിന്നണം, അങ്ങനെയുള്ള കയറ്റം തിന്നാലും നമുക്ക് സംതൃപ്തി. പക്ഷെ അവർക്ക് ചോറൊന്നും വേണ്ട, അവർക്ക് കുറച്ച് ഫ്രൂട്ട്സ് തിന്നും അല്ലെങ്കിൽ അവർ സൂപ്പ് ഉണ്ടാക്കി കുടിക്കും. സോ എന്താ മിസ് പറഞ്ഞെന്ന് വെച്ചാൽ, ഇഫ് യു ഗോ ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി ഓർ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്, വി ക്യാൻ സീ ദാറ്റ് people use different kinds of food eat. And here in this lesson we shall study why do we eat different kinds of food. എന്തുകൊണ്ടാണ് നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫുഡ് കഴിക്കുന്നത്. ഇനി നമ്മൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ വേറൊരു കാര്യം കൂടെ, എന്തുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള ഫുഡ് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞിപ്പം നോർത്തേൺ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ they use more wheat, but in southern side in India we will use more rice. And അത് തന്നെ പച്ചക്കറികളുടെ കാര്യത്തിലൊക്കെ നമ്മൾ ഈ വടക്കേ ഇന്ത്യയിലൊക്കെ പോയി നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ they use more dals. But in southern side we will not use more dals. എന്ന് വെച്ചാൽ പരിപ്പുകളൊക്കെ അവിടെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ നോർത്ത് സൈഡിലൊക്കെ നിങ്ങൾ കണ്ടിട്ട് അവിടെ കൂടുതൽ പരിപ്പ് കറികളാണ് അവർ ഉപയോഗിക്കുന്നത്. പലതരത്തിലുള്ള പരിപ്പുകൾ കൃഷി ചെയ്യുന്നു, അതുകൊണ്ടുള്ള കറികളൊക്കെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം we use other types of vegetables like beans, bitter gourd, then what ലേഡീസ് ഫിംഗർ, ബ്രിഞ്ചാൾ, ലൈക്ക് ദാറ്റ് വേ അവർ ഉപയോഗിക്കും, ഇല്ല എന്നല്ല. പക്ഷെ അവർ എല്ലാ കറിയിലും തന്നെ പരിപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ഇവിടെ വളരെ കുറച്ച് പരിപ്പുകൾ ഉപയോഗിക്കാറുള്ളൂ അല്ലെ, നമുക്ക് പരിപ്പ് അത്ര വലിയ താല്പര്യമില്ല അല്ലെ. ആഷിൻ, why did you off your video? Advaita Mehfusa, please on your video. Ashin was absent in the last class, isn't it? Last Friday you were absent. What was the reason for that, Ashin? എന്തായിരുന്നു? റീചാർജ് ചെയ്യാനാണ്. പിന്നെ ഒരു കാര്യം ലിസൺ, നിങ്ങളോട് നേരത്തെ തന്നെ എല്ലാവരും ലിസൺ, we have early informed you that you should attend the class, and if by chance if you cannot attend the class, you should inform the teachers the reason. Have we not told you that? നമ്മളിത് നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ. നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ഇനി എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് ക്ലാസ് കിട്ടാതെ വരിക, എവിടെയെങ്കിലും പോകേണ്ടതായിട്ട് വന്നു, നെറ്റ് ഇഷ്യൂ വന്നു, എന്തും ആയിക്കോട്ടെ, വാട്ട് എവർ ദ റീസൺ മേ ബി, ഇഫ് യു കനോട്ട് അറ്റൻഡ് ദ ക്ലാസ് യു ഷുഡ് ഇൻഫോം ദ ടീച്ചർ, ദാറ്റ് ടു ദ സബ്ജക്ട് ടീച്ചർ. അതായത് നിങ്ങൾ അറിയിക്കേണ്ടത് നിങ്ങളുടെ ഏത് സബ്ജക്റ്റിനാണോ നിങ്ങൾക്ക് അന്ന് ക്ലാസ് കയറാൻ പറ്റാതെ വന്നത് ആ ടീച്ചറിന് മെസ്സേജ് വിടണം. നിങ്ങൾ LKG UKG സ്റ്റുഡൻസ് അല്ല. ഞാൻ ആഷിന് ഫ്രൈഡേ മെസ്സേജ് വിട്ടു, വൈ ആർ യു ആബ്സെന്റ് ഇൻ ദ ക്ലാസ് എന്ന് ചോദിച്ചു. ഇതുവരെ എനിക്കൊരു റിപ്ലൈ കിട്ടിയിട്ടില്ല. അതുപോലെ ഉണ്ട്, ഇവിടെ വേറൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, അതാരായിരുന്നു? എത്ര മെസ്സേജ് വിട്ടാലും റിപ്ലൈ ഇടിയല്ല. എന്തുകൊണ്ട് നിങ്ങൾ ആബ്സെന്റ് ആകുന്നു എന്നുള്ള കാരണം ഞങ്ങളെ അറിയിച്ചിരിക്കണം. ഞങ്ങൾ അങ്ങോട്ട് മെസ്സേജ് ഇടാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് നെറ്റ് കിട്ടിയില്ലേ? ഓക്കെ, we are not going to come to your house to beat you. നിങ്ങളുടെ വീട്ടിലോട്ട് വരാൻ പോകുന്നില്ല, ഞങ്ങൾ തല്ലാനൊന്നും പോകുന്നില്ല, അല്ല നിങ്ങൾ വഴക്ക് പറയാൻ പോകുന്നില്ല നെറ്റ് കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞോണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മിസ് എനിക്ക് നെറ്റ് കിട്ടിയില്ല, നെറ്റ് തീർന്നു, മമ്മി ഫോണും കൊണ്ട് പോയി, അല്ലെങ്കിൽ എനിക്ക് സുഖമില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു വോയിസ് വിടുക ആ സബ്ജക്ട് ടീച്ചറിന്, കേട്ടോ. ഇനി അറ്റ്ലീസ്റ്റ് യു ഷുഡ് ഹാവ് ദ മാനേഴ്സ് ടു റിപ്ലൈ ടു ദ ടീച്ചേഴ്സ്. ടീച്ചേഴ്സ് ഇവിടുന്ന് അയക്കുന്ന മെസ്സേജിന് തിരിച്ചൊരു മറുപടി ഇടുക. ഇപ്പൊ നിങ്ങൾ മെസ്സേജ് കാണുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടായെന്ന് വിചാരിക്കുക. രാവിലെ മെസ്സേജ് ഇട്ടു, വൈകുന്നേരമാണ് കണ്ടതെന്ന് വിചാരിക്കുക. ഓക്കെ, വൈകുന്നേരം എങ്കിലും തിരിച്ചു മറുപടി ഇടണം. ദാറ്റ് ഈസ് എ മാനർ. അതാണ് മര്യാദ എന്ന് പറയുന്നത്. ഇത് ടീച്ചർ മെസ്സേജ് ഇട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ പോലും ആ സെക്കൻഡ് കാണുന്നവരുണ്ട്. ഇന്നിട്ട് മെസ്സേജ് ചിലപ്പോൾ 2 മിനിറ്റിനുള്ളിൽ കാണുന്നവരും ഉണ്ട്. പക്ഷെ they will not reply at all. അത് മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ തരാത്തവരും ഉണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ മിസ് പറഞ്ഞത്. ആഷിന്റെ മെസ്സേജ് ഞാൻ നോക്കിയായിരുന്നു, കണ്ടില്ല, എനിക്ക് തോന്നി നെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കാണാത്തതെന്ന് തോന്നി. അതല്ല ഞാൻ പറഞ്ഞത്.
നിങ്ങൾ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ റിപ്ലൈ ഇട്ടിരിക്കണം തിരിച്ച്. എന്തുകൊണ്ടാണ് നിങ്ങൾ ക്ലാസ്സിൽ കയറിയിട്ടില്ല? ആ ടീച്ചർ അങ്ങോട്ട് മെസ്സേജ് ഇടാൻ നിൽക്കണ്ട, എനിക്ക് നെറ്റ് കിട്ടിയില്ല മിസ്സേ എന്ന് പറഞ്ഞ് വോയിസ് ഇട്ടേക്കുക. മനസ്സിലായോ? So here after all the students should be careful about that. That not only for science, for all subjects. You will have a 3 or 4 subjects daily. So anyway, however, whatever the reason may be, you should give a message to the subject teacher. ഇനി അത് റിപ്പീറ്റ് ചെയ്യാൻ ഇടവരുത്. ടീച്ചർ അങ്ങോട്ട് വിളിക്കാനോ അന്വേഷിക്കാനോ നിൽക്കണ്ട. നിങ്ങൾ ആ റീസൺ പറഞ്ഞൊരു മറുപടി അല്ല റിപ്ലൈ ഇട്ടേക്കുക കേട്ടോ. എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കണം. കാരണം യു ഹാവ് ഓൾറെഡി റീച്ച്ഡ് ഇൻ 5th സ്റ്റാൻഡേർഡ്, നോട്ട് LKG സ്റ്റുഡൻസ്. LKG സ്റ്റുഡൻസ് ആണെങ്കിൽ പിന്നെ ഓക്കെ, അവർക്ക് അറിയില്ല എന്ന് വിചാരിക്കും അല്ലെ. UKG ചെറിയ മക്കളല്ല, നിങ്ങൾ ഇത്രയും വലുതായില്ലേ, ഇതൊക്കെ പഠിച്ചു വരണം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. കം ബാക്ക് ടു ദ ക്ലാസ്. Why do we eat different kinds of food? Because we need different kinds of nutrients for our body growth or to do works and all, to get energy and all. നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടും ശരീരം വളരാനും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ന്യൂട്രിയൻസ് ആവശ്യമാണ്, പോഷകങ്ങൾ. അപ്പം ഈ ന്യൂട്രിയൻസ് മീൻസ് വിറ്റമിൻസ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, ഇതെല്ലാം അതിനകത്ത് പെടുന്നതാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളെയും ചേർത്താണ് നമ്മൾ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്, പോഷകങ്ങൾ എന്ന് പറയുന്നത്. ഈ പോഷക ഘടകങ്ങൾ നമുക്കെല്ലാം കിട്ടണം. അപ്പം അങ്ങനെ എല്ലാ പോഷകങ്ങളും നമുക്ക് കിട്ടണം, എന്നാലേ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ, ക്ലിയർ ആവുകയുള്ളൂ. ഓക്കെ, അപ്പം ആ ഫങ്ഷനിങ് ശരിയായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ഫുഡും കഴിക്കണം. സി, ഒരു ഫുഡിൽ എല്ലാ തരത്തിലുള്ള വിറ്റമിൻസും ഇല്ല. We will not get all proteins from all food. We will not get fat from all food. That we will get from some kinds of food, but not from all one food. നമ്മൾ കഴിക്കുന്ന ഇതിനകത്ത് ചിലപ്പോൾ അതിനകത്ത് വിറ്റമിൻ A ഉണ്ടാകാം, വിറ്റമിൻ C ഉണ്ടാകാം, ചിലപ്പം പ്രോട്ടീൻ ആയിരിക്കാം, എന്തുവാകാം, അത് മാത്രം പോരാ. Then we said that people eat different kinds of food at different parts. ആശങ്കുട്ട എന്ത് പറ്റി? ഓക്കെ, മൊത്തേ ക്ലാസ് ശ്രദ്ധിക്കട്ടോ. ശരി, അപ്പം I said that in America they eat another type of food, or in UK they will eat other type of food. അപ്പൊ അങ്ങനെയൊക്കെ കഴിക്കുന്നതിന്റെ കാരണം some types of food will not be available in that region. Means they cannot cultivate, means the climate will not be good for that to cultivate that type of food and all. അവിടുത്തെ ക്ലൈമറ്റിൽ ആ ഫുഡ് അവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. പിന്നെ we know that in some region it is very hot and in some region it will be very cold. We have a mild type of climate, means we have monsoon type of climate and all. So we need our body need fatty food when where there it is cold. വളരെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ എന്താണ് വേണ്ടത്? അവരുടെ ബോഡി ഹീറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ചൂട് കിട്ടുന്ന തരത്തിലുള്ള ഫുഡ് വേണം. അതിനാണ് ഈ സൂപ്പൊക്കെ കുടിക്കുന്നത്. ആൻഡ് ദേ വിൽ ആഡ് മോർ മീറ്റ് ഐറ്റംസ് ഓർ മസാല ഐറ്റംസ് ഇൻ ദെയർ ഡയറ്റ്, ബിക്കോസ് ദേ നീഡ് മോർ ഹീറ്റ്. അവരുടെ ബോഡിക്ക് അവിടുത്തെ കാലാവസ്ഥ നല്ല തണുപ്പുള്ളതാണ്. ആ കാലാവസ്ഥ തണുപ്പുള്ളപ്പോൾ അവരുടെ ബോഡി ചൂടായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അവര് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കാം. We know that during summer season we drink a lot of juice, but during rainy season do we drink juice? No, we don't like that. At that time we like to have hot drinks like a coffee, tea and all, isn't it? അപ്പൊ അതുപോലെ തന്നെയാണ് ഓരോ ക്ലൈമറ്റിനനുസരിച്ചുള്ള ഫുഡ്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഇവിടെ വളരെ കുറച്ച് നാള് വളരെ തണുത്ത കാലാവസ്ഥ ഉള്ളൂ. പക്ഷെ നമ്മള് മറ്റേ സ്ഥലങ്ങളിലോ ദൂര സ്ഥലങ്ങളിലോട്ടൊക്കെ പോയ ചില സ്ഥലങ്ങളിൽ ഒരുപാട് കോൾഡ് ക്ലൈമറ്റ് ആണ്. അവിടെ സ്വെറ്റർ ഷാളൊക്കെ ഇല്ലാതെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത രീതി ഭയങ്കര തണുപ്പുള്ളതാണ്. അപ്പൊ ആ കാലാവസ്ഥയെ പിടിച്ചു നിൽക്കാൻ അതിനനുയോജ്യമായിട്ടുള്ള ഫുഡ് വേണം. ബി ഷുവർ ടു ഈറ്റ് ന്യൂട്രിയൻസ്. ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. മിസ്സേ ഒന്നും കേൾക്കുന്നില്ല. മിസ്സേ ഒന്നും കാണുന്നില്ലല്ലോ.
യെസ്, ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ നോക്കിയതായിരുന്നു മക്കളെ, ആകുന്നില്ല. ഒരു മിനിറ്റ്, കാണുന്നില്ല. ഞാൻ കാര്യം പറഞ്ഞില്ല, ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ നോക്കുവാണ്, അതുകൊണ്ട് വേറെ സ്ക്രീൻ എടുത്താണ്. ഇനി നിങ്ങൾ പാടിക്കൊണ്ടിരിക്കേണ്ട കാണുന്നില്ല കാണുന്നില്ല എന്ന്. കേട്ടില്ലായിരുന്നോ പറഞ്ഞത്? വെയിറ്റ്. ഓക്കെ, അത് നടക്കുന്നില്ല. എന്തോ ഇനിയിപ്പോ അതെല്ലാം ഓപ്പൺ ആയിട്ട് വരുമ്പോൾ സമയം പോകും. ശരി, ഓക്കെ. ഇനി ആരെങ്കിലും അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം കേട്ടോ. ബി ഷുവർ ടു ഈറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ്. ന്യൂട്രീഷൻ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞ എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള, എല്ലാ ഗുണങ്ങളും കിട്ടുന്ന തരം ഫുഡ് നമ്മൾ കഴിക്കണം. ടു കീപ് യുവർ ബോഡി സ്ട്രോങ്. ടു മച്ച് ക്യാൻഡി, ജങ്ക് ആൻഡ് പോപ്പ് ക്യാൻ ഡു യുവർ ബോഡി റോങ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ജങ്ക് ഫുഡ്? Do you know what is junk food? Junk food എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനത്തെ. ഗുഡ് ചിൽഡ്രൻ. നമ്മളിപ്പോ ഷോപ്പിൽ വന്ന് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്, എനിക്കറിയാം, എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ബർഗർ. പിന്നെ എന്താ പറയണ്ടേ, എന്താ നമുക്ക് കടയിലൊക്കെ ചെന്നിട്ട് ഓക്കെ, അങ്ങനെ കൊക്കോകോള, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമാണ്. ഓക്കെ, വൺസ് ഇൻ എ വൈൽ, വല്ല കാലത്തൊക്കെ ഓരോന്ന് തിന്നുന്നതും തെറ്റൊന്നുമില്ല. Once in a while is okay, but don't be a habit of eating such type of foods. ചില മക്കൾക്കുണ്ടല്ലോ ചോറൊന്നും തിന്നുന്ന ഇഷ്ടമില്ല. രാവിലെ അമ്മ ഇഡ്ഡലി ഉണ്ടാക്കിയ ഇഷ്ടമില്ല, ദോശ ഉണ്ടാക്കിയ ഇഷ്ടമില്ല. Instead they need Maggi noodles. Then what else you will ask your mummy to prepare breakfast? പയറ് മിടുന്നില്ലല്ലോ. അയ്യോ, അത്ര നല്ല മിടുക്കരാ എൻ്റെ അമ്മേ, എനിക്ക് വയ്യ. ഞാൻ ചോദിക്കാറുണ്ട്. എന്തൊക്കെയാ? ശരി, നിങ്ങൾ ആരും പറയല്ല, നല്ല മക്കളാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ശരി, വല്ലപ്പോഴും ഒക്കെ. അതാരാണ് കണക്റ്റിംഗ് കാണിക്കുന്നത്? ക്രിസ്റ്റിസിന്റെ. പിന്നെ once in a while is okay. Once in a while is okay. ഞാൻ വല്ലപ്പോഴും ഒക്കെ ഒന്ന് മാഗി തിന്നാൽ ഒരു കുഴപ്പമില്ല, നമുക്ക് ടേസ്റ്റ് ഒക്കെ അറിയാം. പിന്നെ 2-3 ആഴ്ച കൂടുമ്പോഴോ അല്ല മാസത്തിലൊക്കെ ഒരു തവണ തിന്നാല് ബർഗർ കുഴപ്പമില്ല, അല്ല ഐസ്ക്രീം, നോ പ്രോബ്ലം. വൺസ് ഇൻ എ വൈൽ, ബട്ട് don't keep it as a habit of eating continuously. Whenever mother goes to town, don't ask her to buy ice cream for you or burger for you or any other like fast food and all. അപ്പൊ അച്ഛനോ അമ്മയോ ഒക്കെ കടയിലൊക്കെ ഷോപ്പിലൊക്കെ പോയിട്ട് എപ്പോഴും എനിക്ക് അത് മേടിച്ചോണ്ട് ഇത് മേടിച്ചോ, അങ്ങനെ ഒരു ശീലമാകരുത്. എപ്പോഴെങ്കിലും മനസ്സിന്റെ വല്ലപ്പോഴും ഒക്കെ കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല. കുഞ്ഞുമക്കളെല്ലാം നിങ്ങൾക്ക് തിന്നാൻ കൊതിയുണ്ട്, അറിയാം. ഇപ്പൊ അച്ഛനൊക്കെ കടയിൽ പോയിട്ട് വരുമ്പോ അച്ഛൻ എനിക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വരണം, ഫലൂദ മേടിച്ചോണ്ട് വരണം, അല്ലെങ്കിൽ എന്താ വേറെ എന്തൊക്കെയാ നിങ്ങൾ വാങ്ങുന്നത്? നിങ്ങൾക്ക് സാധാരണ ഐസ്ക്രീം ഒന്നും ഇഷ്ടമില്ലല്ലോ, വലിയ വലിയ വെറൈറ്റി ഐറ്റംസ് ഒക്കെ അല്ലേ ഇഷ്ടം. എന്താ വാട്ട് എവർ ഇറ്റ് മേ ബി, എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ പറഞ്ഞു. വല്ലപ്പോഴും, മനസ്സിലായോ? അതൊരു ശീലമാക്കാൻ പാടില്ല. സോ ടു മച്ച് ക്യാൻഡി, ജങ്ക് ആൻഡ് പോപ്പ് can do your body wrong. നമ്മുടെ ബോഡി റോങ് ആക്കും. മീൻസ് സംടൈംസ് we will become fatty or some people, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒത്തിരി തടിയൊക്കെ ഉള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ചില പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് തടി വെച്ചിട്ട്
Our is healthy alla, they are not at all healthy. They may be having some diseases. എന്തെങ്കിലും അസുഖമുള്ള മക്കളൊക്കെ ആയിരിക്കും അങ്ങനെ ബോഡിയൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്നത്. അവ ഒന്നെങ്കിൽ they may not be having sufficient exercise and all. Some children, they will sit inside the house watching TV or mobile and playing with that only. They may and eating, always eating. So then how their body will be? The body will be fatty and unhealthy, because we know that exercise make our body fit. If you don't do properly exercise, what will happen? Our body will not be healthy at all. Be sure to get a lot of sleep. അത് പറഞ്ഞപ്പോൾ ഓർക്കുന്നേ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ടി വി പിന്നെ ന്യൂസ് കാണുന്ന പരിപാടി നമുക്ക് ഇല്ലല്ലോ അല്ലെ. അങ്ങനത്തെ ചിത്രശീലങ്ങളൊന്നും 5th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് ആർക്കും ഇല്ലല്ലോ അല്ലെ. ഉണ്ടോ? ഇല്ല. Today onwards just watch the news. Other day I saw that, I heard that, or not only one or two. Oh, so good. അപ്പൊ ആ പണി തീർന്നല്ലോ അല്ലെ. ടി വി ഇല്ല, അപ്പൊ പിന്നെ ടി വി കണ്ട. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ന്യൂസിൽ കണ്ടു ഒരു കുഞ്ഞിന്റെ അമ്മ ഭയങ്കര കരച്ചില്. എന്തായിരുന്നു റീസൺ എന്നറിയാമോ? നിങ്ങൾ ആരെങ്കിലും ഈ ഇടങ്ങനെ ന്യൂസ് ശ്രദ്ധിച്ചായിരുന്നോ? എന്താ ആദിദേവേ അമ്മ കരഞ്ഞു? He was playing the mobile game and committed suicide. ആ കുഞ്ഞിങ്ങനെ മൊബൈൽ കളിച്ച് അവസാനം ഗെയിമിൽ ലാസ്റ്റ് പറഞ്ഞു ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞു. അവൻ ആത്മഹത്യ ചെയ്തു, മരിച്ചുപോയി. സോ ഇപ്പൊ നിങ്ങളോട് ഇത് നമ്മുടെ പുസ്തകമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല കേട്ടോ. മിസ് പറയാണ് നമ്മുടെ സ്കൂളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു സെന്റ് ജോസഫിലാ. സോ നിങ്ങൾക്കൊക്കെ ഇപ്പൊ മൊബൈൽ ക്ലാസ്സിന് വേണ്ടിട്ട് തരുന്നുണ്ട് പേരൻസ്. പ്ലീസ് നിങ്ങളെല്ലാം, we know that all students of True Light are very good children. We are sure that you will not do like that way. നിങ്ങൾ ആരും ചെയ്യില്ല എന്ന് നമുക്ക് ഷുവർ ആണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, whenever you get a mobile phone or laptop or computer, if you get to use it for your better purpose, good purpose, only for education purpose and for the good purpose, നമ്മുടെ നല്ല ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുക. നെവർ ഷുഡ് പ്ലേ സച്ച് ഗെയിംസ്. പബ്ജി എന്തോ നിരോധിച്ചു, പക്ഷേ പബ്ജി നിരോധിച്ചെങ്കിൽ പോലും ഇപ്പൊ വേറെ എന്തൊക്കെയോ ഗെയിമുകളുണ്ട് അല്ലെ. അപ്പൊ അങ്ങനത്തെ ഗെയിമുകളൊന്നും കളിക്കില്ല മക്കള്. ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഗുഡ് ഫോർ അസ്. അതുകൊണ്ട് ഇഫ് യു ഹാവ് എന്റെ ചേട്ടന്മാര് പബ്ജി കളിക്കുന്നുണ്ട് ഇപ്പോഴും. ഓ, പബ്ജി ഒക്കെ കളഞ്ഞില്ലേ? ഫോണിൽ നിന്ന് പോയിട്ടില്ലേ? തിരിച്ചു വന്നോ? should not install such games and all in your mobile. You can install nice games which will give intelligence for us. നമ്മുടെ ഇന്റലിജൻസ് നൽകുന്ന തരത്തിലുള്ള ഗെയിംസുകളുണ്ട്. അത്തരം ഗെയിംസുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് you can play, but never should install PUBG types games and all. Group games, എന്താ കൊല്ലുന്നത്, എന്താ പിന്നെ കാർ വന്ന് ഇടിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള തരത്തിലുള്ള ഗെയിംസുകളൊന്നും ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ബ്രെയിനിനെ അത് വളരെ എഫക്ട് ചെയ്യും. നമ്മളൊരു ബാഡ് പേഴ്സൺ ആക്കി തീർക്കുന്നതാണ്. Okay, so we have to sleep in correct time and get up early. Go to bed early, get up early. We have to sleep correct time. Be sure get a lot of sleep. Each and every night you will feel good in the morning when your night time is right. If you sleep at correct time and get up at correct time, you will feel right in the morning. അതായത് രാത്രിയിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ ഉറങ്ങി കഴിഞ്ഞാൽ നമ്മൾ പകല് ഓക്കെ ആയിരിക്കും. If you sleep late at night, what will happen? Morning you have, I think you 2-3 days you have 7 o'clock class, isn't it? Okay, that day many people have complained that you cannot get up early. What is the reason for that? If you go to bed early, then you can get up early also. If you don't go to bed early, you cannot get up. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്ന് ടൈം ടേബിൾ ഇട്ടപ്പോൾ ഞാൻ കണ്ടായിരുന്നു കുറെ പേര് കംപ്ലൈന്റ് ചെയ്യുന്നത് 7 മണി ക്ലാസ് ബുദ്ധിമുട്ടാണെന്ന് അല്ലേ. അപ്പൊ അതിന്റെ കാരണം എന്താണ്? നിങ്ങൾ ടൈമിൽ ഉറങ്ങാൻ പോകുന്നില്ല. ടൈമിൽ ഉറങ്ങിയാൽ നേരത്തെ എണീക്കാൻ പറ്റും. അതിന് പകരം ഇങ്ങനെ വർത്താനം പറഞ്ഞ ടി വി കണ്ടോ ഗെയിം കളിച്ചോ ഒക്കെ ആയിട്ട് 12 മണിയൊക്കെ കയറി ഇരുന്നാൽ 7-6 ആകുമ്പോൾ തന്നെ എണീക്കാൻ പറ്റാതെ വരും അല്ലേ. ഓക്കെ, be sure to wash both your hands and use a lot of soap. Don't give cold and flu germs any kind of soap. അതായത് ഇതൊരു പോയമാണ് കേട്ടോ.
നമ്മുടെ hands we should wash always before food, after food, and since now it is corona season, we know that we should wash often and often our hands. Otherwise we don't know when our virus is attacking us. And don't give cold and flu germs any kind of hope. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ ഫ്ലൂ മീൻസ് ഫീവർ, പകർച്ചപ്പനി, ഫ്ലൂ ആൻഡ് കോൾഡ്, അതൊക്കെ പെട്ടെന്ന് പകരുന്നതാണ് അല്ലെ. എനിക്ക് ജലദോഷം ഉണ്ടെങ്കിൽ എന്റെ വീട്ടിലുള്ളവർക്കും ജലദോഷം വരും. ശരിയല്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ രോഗങ്ങളൊന്നും പരത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. So that means we should be very clean always. Understand? We should be clean always. We should wash our hands. We should before food and after food. Rohit gets tired after playing for a little while. He gets cold frequently. Rohit, here a boy's name it is. That boy gets tired after playing for a little while. How long time do you play? When you come to school? When you come to school, you will play a lot of time. But now, since we have corona season, corona time, you are not going outside to play with your friends. Are you playing with your friends now? So the friends means those who are in your neighbor house. No, we are afraid, isn't it? So, but see, if you are coming to school, we have a lot of friends you can play at home. Sorry, at school, isn't it? അപ്പൊ നമുക്ക് എന്താ സംഭവം, നമ്മൾ സ്കൂളിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് കളിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾക്ക് ഈ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് പുറത്തു പോയിട്ട് കളിക്കാൻ പറ്റാതെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ബോയുടെ കാര്യം പറയാണ്. he feels tired when he play. After കുറച്ച് സമയം കളിക്കുമ്പോഴേക്ക് അവന് ടയർഡ്നെസ് വരുന്നു. And he gets cold frequently. ഇടയ്ക്കിടയ്ക്കെല്ലാം ജലദോഷം വരുന്നുണ്ട്. He does not eat properly. He won't eat properly. Soma can play for many hours without feeling tired. She rarely falls ill. She has balanced, healthy meals. We should be like Soma. Second one is another person named Soma, and this person can play for a long time. Have you ever noticed the life of athletics people or football players, cricket players and all? നിങ്ങൾ കളികളൊക്കെ കൈയ്യടെ ഇന്നലെയൊക്കെ അർജന്റീനയുടെ മെസ്സിയും ഒക്കെ ആയിട്ട് ഭയങ്കര കളിയൊക്കെ ആയിട്ട് എല്ലാവരുടെ സ്റ്റാറ്റസ് ഞാൻ കണ്ടായിരുന്നു. ഓ, എല്ലാവരും ഇത്രയും ഫാൻസ് ആയിരുന്നു അല്ലെ ഫുട്ബോളിനെ. നോക്കുമ്പോൾ എല്ലാവരുടെ സ്റ്റാറ്റസ് ഇതായിരുന്നു. ഓക്കെ, മെസ്സി ഇതൊന്നും പിടിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ കളിക്കുന്ന കണ്ടിട്ടുണ്ടോ? അവരെന്തുമാത്രം ട്രെയിനിങ് എടുക്കുന്നുണ്ട്, എന്തോരം ഓടുന്നുണ്ട് ഗ്രൗണ്ടിൽ കൂടെ അല്ലെ. ഒരു കളി തീരുമ്പോൾ മീൻസ് ഐ തിങ്ക് 40 + 40 80 മിനിറ്റ്സ് അല്ലെ. അതേ 45 ആണോ? 45 90 മിനിറ്റ്സ് ടോട്ടൽ തോന്നുന്നു അല്ലെ ഒരു കളി വരുന്നത്. 95 മിനിറ്റ്സ്. അത് ആഡ് ടൈം കിട്ടുന്നല്ലേ? മിസ് ഇടക്ക് ഒച്ചയില്ല, പിന്നെ ഇടക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതെയോ? ഇപ്പൊ കേക്കാവോ? എനിവേ അവർ ടൈം ഈസ് അപ്പ് മൈ ഡിയർ. നമ്മുടെ ടൈം ഞാൻ പറഞ്ഞു നമ്മുടെ ക്ലാസ് ഇപ്പൊ കട്ടാകും കേട്ടോ. അപ്പൊ നോട്ട്സ് അയക്കാനുള്ളവർ നോട്ട്സ് അയച്ചോളുക. എക്സാം ഈസ് ഓൺ വെനസ്ഡേ, അതും കൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഈ 90 മിനിറ്റ്സ് ഇവര് ഈ ഓട്ടവാ. നമ്മളൊന്ന് 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഓടിയാൽ എന്ത് സംഭവിച്ചേനെ? ഇവിടുത്തെ ഭയങ്കര ക്രിക്കറ്റ് പ്രേമന്മാരും പ്രേമികളും ഒക്കെ അല്ലേ. ഷംബിയിലൊക്കെ ഒന്ന് ഓടിക്കുക നോക്കട്ടെ. ഈ 90 മിനിറ്റ്സ് പോയിട്ട് 10 മിനിറ്റ്സ് ഇഫ് യു റൺ, വാട്ട് വിൽ ഹാപ്പൻ? We will fall down, isn't it? Because we are not eating food properly. Those people are eating nice. അവർ നന്നായിട്ട്